കോഴിക്കോട് SFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി സ്കൂൾ ഹെഡ്മാസ്റ്റർ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് അവധി നൽകിയത്. എന്നാൽ സ്കൂളിന് പൂർണ്ണമായും അവധി നൽകിയിട്ടില്ലെന്നും SFI പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഹൈസ്കൂളിന് മാത്രമാണ് അവധി അനുവദിച്ചതെന്നും ഹെഡ്മാസ്റ്റർ സുനിൽ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം നിരസിക്കാൻ കഴിയില്ലെന്നും ഹെഡ്മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഇന്ന് രാവിലെ ഒരു 9:45 ഒരു 7ഓളം SFI പ്രവർത്തകർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നതെന്നും അവരുടെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലെ നഗരത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിപ്പുണക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞൊരു നോട്ടീസ് തന്നു. ഞങ്ങളത് സ്കൂൾ വിടാൻ മടിച്ചു. ഒരുപാട് ലേറ്റാക്കിയപ്പോൾ അവരിവിടെ വിട്ടു പോകുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ സ്കൂൾ വിട്ടത്. അത്രേ ഉണ്ടായത്, അല്ലാതെ അവധി കൊടുത്തിട്ടില്ല. വേണുഗോപാലൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ കുട്ടികളുടെ പഠന സമയം വരെ നീട്ടിയ കാലമാണ്. ഇതിപ്പോൾ വളരെ ലഘൂകരിച്ചാണല്ലോ പ്രിൻസിപ്പൽ പറയുന്നത്. ഹൈസ്കൂളിന് മാത്രമാണ് അവധി നൽകിയത്, സ്കൂളിന് പൂർണ്ണമായും നൽകിയിട്ടില്ല. അതൊരു ക്രെഡിറ്റ് പോലെയാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്, അല്ലേ? ഇന്ന് രാവിലെയാണ് SFIയുടെ 7ഓളം SFI പ്രവർത്തകർ ഈ സ്കൂളിലേക്ക് എത്തുകയും ഈ SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പ് മുടക്കി ഈ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ റാലിയിലും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്കൂളിനെ സമീപിക്കുന്നത്. പിന്നീട് ഈ ഹൈസ്കൂളിലെ 1600ഓളം കുട്ടികളെ ഈ സ്കൂളിൽ നിന്ന് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളൊന്നും ആ സ്കൂളിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ സ്കൂളിലെ കുട്ടികളെ വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രധാന അധ്യാപകൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഇതേപോലൊരു പഠിപ്പ് മുടക്ക് സമരവുമായി ബന്ധപ്പെട്ട് KSUവിന്റെ പ്രവർത്തകർ സ്കൂളിലേക്ക് വന്നിരുന്നു. അന്ന് സ്കൂൾ വിടാൻ ഞങ്ങൾ കൂട്ടാക്കിയില്ല. പിന്നീട് പുറമേ നിന്നെത്തിയ KSUവിന്റെ ഭാരവാഹികൾ ബെല്ല് നിർബന്ധിച്ചടിച്ചു. പിന്നീട് പോലീസിനെ വിളിച്ച സമയത്ത് പോലീസ് പറഞ്ഞത്, നിങ്ങൾക്കിത് കോംപ്രമൈസ് ചെയ്തുകൂടെ, ഒഴിവാക്കിക്കൂടെ, വിദ്യാർത്ഥികളുടെ വിട്ടുകൂടെ എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പ്രൊട്ടക്ഷന് പോലീസിനെ വിളിക്കുന്ന സമയത്ത് അവർ പ്രൊട്ടക്ഷൻ നൽകാൻ സാധിക്കാത്തൊരു സാഹചര്യം, വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ വിട്ടത് എന്നാണ് ഇദ്ദേഹം. അതായത് ഗോകുൽ, ഈ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ തലേ ദിവസം പ്രഖ്യാപിക്കുകയും പിറ്റേന്ന് കുട്ടികളെ ബുദ്ധിമുട്ടിക്കേണ്ട, കുറച്ച് കുട്ടികൾ വരും, കുറേ പേർ വരാതിരിക്കും, പഠനം ഏതായാലും മുടങ്ങും, അക്കാരണത്താൽ ക്ലാസ് വേണ്ടെന്നൊക്കെ ചില സ്കൂളുകൾ തീരുമാനിക്കാറുണ്ട്. അത് വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളെ അംഗീകരിക്കൽ കൂടിയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ക്ലാസ്സിൽ കുട്ടികളെത്തി എത്രമാത്രം പ്രയാസപ്പെട്ടാകും വരുന്നത്. എല്ലാ കുട്ടികളും, ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികളും SFIയുടെ റാലിയിൽ പങ്കെടുക്കാൻ പോകില്ലല്ലോ. അപ്പോൾ അവധി പൂർണ്ണമായി പ്രഖ്യാപിച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾ SFIക്കാർ വന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അവധി അനുവദിക്കുന്നത് അത് കുട്ടികളെ തന്നെ പെരുവഴിയിലാക്കലല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഈ SFIക്കാർ പറയുന്നത് നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും SFI പഠിപ്പ് മുടക്കുന്നു, കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾ ഇന്നീ സമയം വരെ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെ കുട്ടികളെ പറഞ്ഞയച്ചുകൊണ്ട് ഹൈസ്കൂളിലെങ്കിൽ ഹൈസ്കൂളിനെ അവധി പ്രഖ്യാപിച്ചൊരു സാഹചര്യമൊന്നും മറ്റെവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. നിരവധിയായിട്ടുള്ള 100 കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോഴിക്കോട് നഗരത്തിലുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു സ്കൂളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. SFIയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്കൂൾ മറ്റ് സംവിധാനങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് വരുന്നത്. പ്രധാന അധ്യാപകനൊക്കെ പറഞ്ഞത്, പോലീസൊന്നും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ തയ്യാറാവുന്നില്ല, വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ചും ഈ സ്കൂൾ സ്കൂൾ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ സംഘടനാ പ്രവർത്തനം പാടില്ല എന്ന് ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പോലും ഈ വിദ്യാർത്ഥി സംഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുള്ളത് അവിടുത്തെ അധികൃതർ തീരുമാനിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ കോഴിക്കോട് SFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി ഹെഡ്മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ രംഗത്തെത്തുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവധി നൽകിയത്, സ്കൂളിന് പൂർണ്ണമായി അവധി നൽകിയിട്ടില്ല എന്ന് ലാഘവന എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ K. വേണുഗോപാൽ.